കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1:47 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് നഥാനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മുഖ്യദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാത്മീയ വിഷയം, ഒരാത്മീയ ലോകം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഒരു ലോകമുള്ളതുപോലെ തന്നെ കാണപ്പെടാത്തൊരു ലോകമുണ്ട്. അതിനകത്തിൽ പറയുന്ന പോലെ കാണപ്പെടുന്നതുണ്ടെങ്കിൽ കാണപ്പെടാത്തതുണ്ട്, ഭൗതികമായതുണ്ടെങ്കിൽ സ്വർഗീയമായതുണ്ട്. അപ്പോൾ കാണപ്പെടാത്തൊരു ലോകമുണ്ടെന്നും ഒരാത്മീയ ലോകമുണ്ടെന്നും ഒരാത്മീയ മനുഷ്യനായി നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അനുദിന ജീവിതം, ഈ ജീവിതത്തിൻ്റെ അന്ത്യം, മരണം, മരണാനന്തര ജീവിതം, നിത്യജീവൻ, ഇതിനൊന്നിനും അർത്ഥമില്ലാതെ പോകും. ഇവിടെ ഇന്ന് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പൗലോസ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായത്തിൽ ആത്മീയ സമരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 10 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, മറിച്ച് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ പോലും വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നാം പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും, എല്ലാ ദൈവിക സഹായങ്ങളും നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ വളരെ സ്പഷ്ടമായിട്ട് പൗലോസ്ലീഹ പറയുന്നത്, കാണപ്പെടുന്ന ഒന്നിനെതിരായിട്ടല്ല നമ്മുടെ യുദ്ധം, മറിച്ച് നമ്മുടെ ആത്മീയ യുദ്ധം കാണപ്പെടാത്തവയ്ക്കെതിരായിട്ടാണ്. സ്വർഗീയ ഇടങ്ങളിൽ പോലും പ്രവർത്തിക്കാൻ ശക്തിയുള്ള തിന്മയ്ക്കെതിരെ നമ്മൾ പടപൊരുതുമ്പോൾ ആത്മീയ ആയുധങ്ങൾ ഉണ്ടാവണമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കുന്ന ഈ ആത്മീയ ജീവിതത്തിൽ നമ്മെ സഹായിക്കാനായി, അന്ത്യത്തോളം നമ്മെ സഹായിക്കാനായി സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന സ്വർഗത്തിൻ്റെ സഹായം തന്നെയാണ് മാലാഖമാർ. അതുകൊണ്ടാണല്ലോ നമ്മൾ കാവൽ മാലാഖയോട് പ്രത്യേകം മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക. നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കും, കാവൽ മാലാഖ ഞങ്ങളുടെ കൂടെ വരണേ. ഇവിടെ വിശുദ്ധ മിഖായേലിൻ്റെ മാധ്യസ്ഥം തേടുമ്പോൾ നമ്മൾ ശരിക്കും മാധ്യസ്ഥം തേടുമ്പോൾ എന്നാ ചെയ്യുന്നത്? അവിടെ നമുക്കെതിരെ നിൽക്കുന്ന വിശ്വാസത്തിനെതിരെ, വിശുദ്ധ ജീവിതത്തിനെതിരെ ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയ്ക്കെതിരെ നമ്മളെ കാത്തു സൂക്ഷിക്കണമേ തന്നെയാണ്, നമ്മളെ സംരക്ഷിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ആദ്യവാരെ നമ്മൾ കേട്ടത് അതാണ്, സ്വർഗത്തിലൊരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ മിഖായേൽ മാലാഖ ആ ശത്രുവിനെതിരെ പോരാടി, അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, ഒരു ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ തിന്മ ഇന്നും മനുഷ്യമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ ആത്മീയ യുദ്ധത്തിലും നമ്മളെ സംരക്ഷിക്കാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഒരു സഹായമാണ് പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിൻ്റെ മാധ്യസ്ഥം തേടുക എന്നുള്ളത്. ഇനി റഫായേലിനെ കുറിച്ച് നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. സുഖപ്പെടുത്താൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ അനുദിന ജീവിതത്തിൽ, ജീവിതയാത്രകളിൽ തോബിത്തിൻ്റെ കൂടെ നടന്നവനാണ്, തോബിയാസിൻ്റെ കൂടെ നടന്നവനാണ് ഈ റഫായേൽ മാലാഖ. അനുദിന ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകൾ, വേദനകൾ, തിരസ്കരണങ്ങൾ, ഒറ്റപ്പെടലുകൾ,
വൈകാരിക മനുഷ്യൻ ഏൽക്കേണ്ടി വരുന്ന സഹനങ്ങൾ, സങ്കടങ്ങളിലൊക്കെ നമ്മൾ റഫായേൽ മാലാഖയുടെ പ്രത്യേക മാധ്യസ്ഥതയുടെ എന്തിനാ നമ്മെ സുഖപ്പെടുത്തും. ഇനി ഗബ്രിയേൽ മാലാഖ നമുക്കറിയാം കർത്താവിൻ്റെ സന്ദേശങ്ങൾ നൽകിയതാണ്. ദൈവിക സന്ദേശങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ദൈവഹിതമെന്ന് ഒരു ആത്മീയ മനുഷ്യൻ നിരന്തരം ആലോചിക്കാതെ, മനസ്സിലാക്കാതെ ഒരു ആത്മീയ മനുഷ്യന് തൻ്റെ ആത്മീയ ജീവിതത്തെ അന്ത്യത്തോളം എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സഹായമാണ് സ്വർഗീയ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ ആലോചനകൾ മനസ്സിലാക്കാൻ, ദൈവഹിതം മനസ്സിലാക്കാൻ. ദൈവം നമ്മോട് ഈ ഗബ്രിയേൽ മാലാഖയിലൂടെ നിരന്തരം സംസാരിക്കുന്നുണ്ട്. ഇവരോടൊക്കെ മാധ്യസ്ഥം തേടുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? സ്വർഗത്തിൻ്റെ മുഴുവന് സഹായം, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന സകല കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സഹായം നമ്മൾ സ്വീകരിക്കുക ചെയ്യുന്നത്. ഇത് സ്വീകരിച്ചുകൊണ്ടായിരിക്കണം ഒരു ആത്മീയ മനുഷ്യൻ നിരന്തരം യാത്ര ചെയ്യേണ്ടത്. ഉണ്ട് ഈ മുഖ്യദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ വായനകളിലെല്ലാം നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട 3 സന്ദേശങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഇവർ. മലാഖമാരോട് ചേർന്ന് നാം ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. 2, ഇവർ നമുക്ക് വേണ്ടി സംരക്ഷണം ഏർപ്പെടുത്തുന്നവരാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ വിശ്വാസ ജീവിതത്തിനെതിരെയും ആത്മീയ ജീവിതത്തിനെതിരെ നിൽക്കുന്ന വിഷയങ്ങളിൽ ഇവരുടെ പ്രത്യേക മാധ്യസ്ഥവും സംരക്ഷണം നേടുകയും നമ്മൾ നമ്മുടെ വിളിയിൽ ഇതൊക്കെ സംരക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ളതാണ്. സുവിശേഷം നമ്മൾ കാണുന്ന നഥാനയിലോട് പറഞ്ഞ്, നീ മലാഖമാർ കയറുന്നത് ഇറങ്ങുന്നതൊക്കെ നീ കാണും, ഒരു ഉന്നതമായ ദൈവിക രഹസ്യത്തിൽ നീയും പങ്കുകാരാകും എന്നുള്ളതാണ്. പങ്കുകാരനാകും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം മാത്രമല്ല, മറിച്ച് സ്വർഗത്തിൻ്റെ ഒരു മിഷൻ, ഒരു ദൗത്യം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നാം പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. പലതിന ജീവിതത്തിൽ എത്രമാത്രം ദൈവരാജ്യ ബന്ധപ്പെട്ട ആത്മീയ വിഷയവുമായി ബന്ധപ്പെട്ട് ആത്മീയ മണ്ഡലങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിൽ നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതിയോട് നമ്മൾ പങ്കുചേരുന്നുണ്ടെന്ന്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. അതാണ് നഥാനയിലോട് പറഞ്ഞത്, നീ പങ്കുകാരനാകുന്നാ പറഞ്ഞേ. എന്ത് സ്വർഗീയ രഹസ്യങ്ങളിൽ നീ ഇത് കാണുന്നാ പറഞ്ഞേ. അപ്പോൾ നമ്മുടെ വിളിയും ദൗത്യവും മറന്ന്, ഒരാത്മീയ മനുഷ്യൻ്റെ ജീവിത വിളി ദൗത്യം മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആ അനുദിന ജീവിതത്തിൽ നമ്മൾ വീണു പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സഹായമാണ് മാലാഖമാർ. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ മാലാഖമാരുടെ സഹായം തേടിക്കൊണ്ട് നമ്മുടെ ആത്മരക്ഷയുടെ വഴികളിൽ വീണുപോകാതെ, തകർന്നു പോകാതെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.